കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുടെ മനസ്സിലെന്താണ് എന്നാണ് ഇപ്പോൾ രാജ്യത്തെ പല രാഷ്ട്രീയക്കാരും മാധ്യമപ്രവർത്തകരും BJP നേതാക്കളും അണികളും പോലും അന്വേഷിക്കുന്നത്. കാരണം 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിലും ലോക്സഭയിലെ പല ചർച്ചകളിലും മാത്രമല്ല പല പാർട്ടി പരിപാടികളിലും നിതിൻ ഗഡ്കരിയുടെ ശരീരഭാഷയിൽ ചില വ്യത്യാസം പ്രകടമായിരുന്നു. അതിനുശേഷമാണ് കഴിഞ്ഞ വാരം ഒരു പൊതുചടങ്ങിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും തനിക്ക് പ്രതിപക്ഷ പാർട്ടി നേതാക്കളിൽ നിന്നും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കാമെന്നുള്ള വാഗ്ദാനം ലഭിച്ചിരുന്നുവെന്നും താൻ അത് സ്വീകരിച്ചില്ല എന്നും പറഞ്ഞത്. അതിനുശേഷം ആരാണ് ആ വാഗ്ദാനം നൽകിയതെന്ന പലരുടെയും ചോദ്യത്തിന് വ്യക്തമായൊരു മറുപടി നൽകാൻ നിതിൻ ഗഡ്കരി തയ്യാറായതുമില്ല. പലരും പല സമയത്തും തന്നോടിങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നും താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നും ആശയത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയാകാൻ തയ്യാറല്ല എന്നാണ് അവരോട് മറുപടി പറഞ്ഞതായി നിതിൻ ഗഡ്കരി പറയുന്നത്. അതായത് അദ്ദേഹം പറയാതെ പറയുന്നത് താൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിന് കീഴിൽ പ്രധാനമന്ത്രിയാകാനുള്ള കഴിവും അവകാശവും തനിക്കുണ്ട് എന്ന് തന്നെ ആവണം. ഇപ്പോൾ മഹാരാഷ്ട്രയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ നിതിൻ ഗഡ്കരി അമിത്ഷാ പങ്കെടുത്ത യോഗത്തിലും നരേന്ദ്രമോദി പങ്കെടുത്ത യോഗത്തിലും പോലും പങ്കെടുത്തില്ല എന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതിനെക്കുറിച്ച് നിതിൻ ഗഡ്കരിയോട് രജ്ദീപ് സർദേശായി ചോദിച്ചപ്പോൾ ഗഡ്കരി പറഞ്ഞത് തനിക്കന്ന് വൈറൽ ഫീവർ ആയിരുന്നു എന്നാണ്. ഒപ്പം ഹരിയാനയിലും കാശ്മീരിലും താൻ പ്രചാരണത്തിന് പോയല്ലോ എന്നും മറുപടി പറയുന്നുണ്ട്. അതേസമയം തന്നെ മറ്റൊരു ഇൻ്റർവ്യൂവിൽ പാർട്ടി പറയുന്ന ചുമതലയാണ് താൻ ഏറ്റെടുക്കുന്നതെന്നും ഹരിയാനയിലും കാശ്മീരിലും പോകാൻ പാർട്ടി പറഞ്ഞു, ഞാൻ അതുപോലെ തന്നെ ചെയ്തല്ലോ എന്നും തിരികെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മഹാരാഷ്ട്രയിൽ ഗഡ്കരിയെ പാർട്ടി വിളിക്കാത്തതാണോ എന്നുള്ള സംശയവും അണികളിൽ ഉയരുന്നുണ്ട്. തനിക്ക് പ്രധാനമന്ത്രിയാകണമെന്ന് ഒരു ആഗ്രഹവുമില്ലെന്നും പോസ്റ്റർ ഒട്ടിച്ച് നടന്ന താൻ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ വരെ ആയതാണ്. മാത്രമല്ല ഒരു മന്ത്രി മുൻ മന്ത്രിയാവും, MP മുൻ MP ആകും. പക്ഷേ ഒരു കാര്യകർത്താവ് ഒരിക്കലും മുൻ കാര്യകർത്താവില്ല. അതാണ് തൻ്റെ രീതിയെന്നും ഗഡ്കരി ആവർത്തിച്ചു പറയുന്നു. 30 വർഷം മുമ്പ് എയർപോർട്ടുകളിൽ ആരും തന്നെ സ്വീകരിക്കാൻ വരാറില്ലായിരുന്നല്ലോ. ഇപ്പോൾ തനിക്ക് എത്ര വലിയ അവസരമാണ് കിട്ടിയിരിക്കുന്നത്. തനിക്ക് എത്ര ഉയരത്തിലുള്ള സ്ഥാനമാണ് പാർട്ടിയും പ്രസ്ഥാനം നൽകിയിരിക്കുന്നത്. അതിൽ താൻ അഭിമാനിക്കുന്നുവെന്നും അദ്ദേഹം പലരോടും പറയുന്നുണ്ട്. പക്ഷേ അപ്പോഴും തൻ്റേതല്ലാത്ത കേന്ദ്ര സർക്കാരിൻ്റെ മറ്റു വകുപ്പുകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഒഴിഞ്ഞു മാറുക മാത്രമല്ല, അത് തൻ്റെ ജോലിയല്ല എന്നും തനിക്ക് എല്ലാ കാര്യവും നോക്കാൻ കഴിയില്ല എന്നും തന്നോട് തൻ്റെ മന്ത്രാലയത്തിൽ തൻ്റെ കീഴിൽ മാത്രം നടക്കുന്ന റോഡുകളുടെ നിർമ്മാണത്തെക്കുറിച്ച് മാത്രം ചോദിച്ചാൽ മതിയെന്ന് പറയുന്ന ഗഡ്കരി ശരിക്കും സമരകാഹളം മുഴക്കുന്നത് സാക്ഷാൽ നരേന്ദ്രമോദിയോട് തന്നെയാണെന്ന് വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂകളിലെ ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും മലയാളത്തിൽ നിങ്ങൾ തന്നെ ഒന്ന് കേട്ടുനോക്കൂ. എന്നിട്ട് സ്വയം വിലയിരുത്താം ഗഡ്കരിയുടെ മനസ്സിൽ എന്തായിരിക്കാമെന്ന്. നഗരവികസനത്തിൻ്റെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞാൽ ഒരു വലിയ മഴ വന്നാൽ തീർന്നു ഗഡ്കരിജി. രൂക്ഷമായ വെള്ളപ്പൊക്കം, പിന്നെ റോഡുകളുടെ ആവശ്യം തന്നെ വരുന്നില്ലല്ലോ. ഇത് എന്ത് പ്ലാനിംഗ് ആണ് ജി? താങ്കളുടെ ചോദ്യം ശരിയാണ്, പക്ഷേ ചോദിച്ചത് തെറ്റായ വ്യക്തിയോടാണ്. നഗരവികസന മന്ത്രാലയം എൻ്റെ കീഴിലല്ല. ഗഡ്കരിജി, രാജ്യത്തെ ദേശീയപാതകൾ നന്നായി പോകുന്നുണ്ട്, അത്ര വലിയ കുറ്റങ്ങൾ പറയാനില്ല. പക്ഷെ താങ്കൾ ബാംഗ്ലൂരിൽ നോക്കൂ, ഹരിയാനയിൽ പോയിട്ട് ഏതെങ്കിലും ഗ്രാമീണ ഭാഗത്തേക്കൊന്ന് വണ്ടി ഓടിച്ചു നോക്കൂ. അതായത് ദേശീയപാതകൾ നല്ല നിലവാരമുള്ളവ തന്നെയാണ്. ഗ്രാമീണ പാതകളിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധം കുഴികൾ നിറഞ്ഞിരിക്കുന്നു. താങ്കളുടെ ചോദ്യത്തിനുള്ള യഥാർത്ഥ മറുപടി ഇതാണ്: ഞാൻ വെറും ദേശീയപാതകളുടെ മന്ത്രി മാത്രമാണ്. ഗ്രാമങ്ങളിലേക്ക് പോകുന്ന റോഡുകളുടെ ഉത്തരവാദിത്തം ഗ്രാമീണ വികസന മന്ത്രാലയത്തിനാണ്, എനിക്കല്ല. സാർ, ഒരു ചോദ്യം കൂടി ചോദിക്കാനുണ്ട്. മുംബൈ നാഗ്പൂർ സമൃദ്ധി എക്സ്പ്രസ് വേ, പത്രങ്ങൾ ആ റോഡിനെ വിളിക്കുന്നത് കില്ലർ എക്സ്പ്രസ് വേ എന്നാണ്. കാരണം ഡേറ്റ പ്രകാരം 2022 ഡിസംബർ മുതൽ 2023 ജൂലൈ വരെ 68 പേരോളം ഈ റോഡിൽ മാത്രം കൊല്ലപ്പെട്ടിരിക്കുന്നു അപകടങ്ങളിൽ. മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ താങ്കൾ എന്തിനാണ് ചെയ്യുന്നത്? താങ്കൾക്കറിയില്ലേ, ഈ റോഡുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല. അത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ കീഴിലുള്ള റോഡാണ്. സാർ, ഞാൻ ചോദിച്ച ഇതുകൊണ്ടാണ്. ഇന്ത്യയിലെ അവസാനത്തെ 5 വർഷത്തെ അപകടങ്ങളുടെ ഡേറ്റ നോക്കിയാൽ ഈ റോഡിലാണ് ഏറ്റവും കൂടുതൽ. താങ്കളുടെ ചോദ്യം ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, സമൃദ്ധി മാർഗ് എക്സ്പ്രസ് വേയുമായി എൻ്റെ വകുപ്പിന് യാതൊരു ബന്ധവുമില്ല. അത് മഹാരാഷ്ട്ര സർക്കാരിൻ്റെ സംസ്ഥാന പാതയാണ്. ദേശീയപാതകളിൽ തീർച്ചയായും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, ഞാനത് അംഗീകരിക്കുന്നു. ഞങ്ങൾ അതിൽ നിന്ന് പാഠം പഠിക്കുന്നുണ്ട്, കുറവുകൾ തിരുത്തുന്നുണ്ട്. എത്ര വലിയ മഴ പെയ്താലും എത്ര വെള്ളപ്പൊക്കമുണ്ടായാലും നമ്മുടെ പാലങ്ങൾ തകർന്നു പോകാൻ പാടില്ല, റോഡുകൾ ഒലിച്ചു പോകാൻ പാടില്ല. അത് തീർച്ചയായിട്ടും നമ്മുടെ തെറ്റ് തന്നെയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ റോഡിനിരുവശമുള്ള ഓടകൾ, കലുങ്കുകളൊക്കെ നമ്മളാണ് നിർമ്മിക്കുന്നതെങ്കിലും പലയിടങ്ങളിലും അതിൻ്റെ ഉത്തരവാദിത്തം കോർപ്പറേഷനുകൾക്കും നഗരസഭകൾക്കുമാണ്. പലരും അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് കൃത്യമായി ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പെർഫോമൻസ് ഓഡിറ്റിനെ കുറിച്ച് പറയുന്നത്. എല്ലാ ഉദ്യോഗസ്ഥരുടെയും പെർഫോമൻസ് ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. തീർച്ചയായും അങ്ങനെ പണിയെടുക്കാത്ത ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ഞാൻ നിർബന്ധിത റിട്ടയർമെൻറ്റ് നൽകുന്നുണ്ട്. പല ആളുകൾക്കെതിരെയും കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ട്, സസ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരാളെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥരുടെ കൃത്യവിലോപം കൊണ്ട് പഴി കേൾക്കുന്നത് ഞാനാണ്. തെറ്റ് ചെയ്യുന്ന കോൺട്രാക്ടറും എൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. അതോറിറ്റി എഞ്ചിനീയറെയും ഞാൻ വെറുതെ വിടില്ല. എല്ലാവരെയും ഞാൻ ബാൻ ചെയ്യാറുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധം അവർക്കുള്ള ശിക്ഷകൾ ഞാൻ നൽകാറുണ്ട്. എന്നെ പ്രധാനമന്ത്രിയാക്കാമെന്ന് പറഞ്ഞ് എന്നെ കാണാൻ വന്നവരോട് ഞാൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ ഒരിക്കലും എൻ്റെ വിചാരധാരയിൽ നിന്ന്, എൻ്റെ ഐഡിയോളജിയിൽ നിന്ന് മാറാൻ ഉദ്ദേശിക്കുന്നില്ല. എൻ്റെ ആശയം എന്നത് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അതെൻ്റെ ദൃഢനിശ്ചയവുമാണ്. ഈ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട്. ദൃഢനിശ്ചയത്തോടെ ചെയ്യുന്ന രാഷ്ട്രീയവുമുണ്ട്, അവസരവാദ രാഷ്ട്രീയവുമുണ്ട്. ഞാൻ ജീവിതം മുഴുവൻ ഒരേ ആശയത്തിനു വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ദൃഢനിശ്ചയമുള്ള രാഷ്ട്രീയക്കാരനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾ എന്നോട് പ്രധാനമന്ത്രിയാകാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും എനിക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെയും എൻ്റെയും ആശയം രണ്ടും രണ്ടാണല്ലോ. പിന്നെ എന്തിനാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ പ്രധാനമന്ത്രിയാകുന്നത്? അതിലെനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ അന്നേ അവരോട് തന്നെ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യവും വിവാദമായിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരുന്നു ആദ്യം സ്വന്തം വീട് നോക്കണം, എന്നിട്ടാവണം രാജ്യം നോക്കേണ്ടതെന്ന്. അതും ചിലർ തെറ്റായി വളച്ചൊടിച്ചിരുന്നു. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ്: രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരിക്കലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായി കാണരുത്. നിങ്ങളുടെ വീട്ടിൽ ഭാര്യയ്ക്കും 2 കുട്ടിക്കും അവർക്ക് ആവശ്യമുള്ള വസ്ത്രവും ഭക്ഷണവും നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആദ്യം നന്നായി വീട് നോക്കണം. അതിനുശേഷം മാത്രം രാഷ്ട്രസേവനം, സമാജസേവനം എന്നൊക്കെ പറഞ്ഞിറങ്ങിയാൽ മതിയെന്നാണ് ഞാൻ അവരോട് പറഞ്ഞത്. പക്ഷേ അതിനെയും ചില ആളുകൾ വഴിതെറ്റിച്ച് ഞാൻ പ്രധാനമന്ത്രി വിമർശിച്ചു എന്ന രീതിയിലേക്കാക്കി മാറ്റി. അതുപോലെ തന്നെ രാജസ്ഥാനിൽ കോൺഗ്രസ് സർക്കാരാണല്ലോ. അവിടെ പ്രചാരണത്തിന് പോയപ്പോൾ ഞാൻ പറഞ്ഞു, ആരാണോ നല്ല ആളുകൾ, നല്ല രീതിയിൽ ജനങ്ങളെ നോക്കുന്നത്, നല്ല രീതിയിൽ നാട് ഭരിക്കുന്നത്, അവരെ തിരഞ്ഞെടുക്കണം എന്ന് ഞാൻ പറഞ്ഞു. ജനങ്ങൾ നല്ല പാർട്ടിയെയും നല്ല നേതാക്കളെയും തിരഞ്ഞെടുക്കണം എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ജാതിയുടെയും മതത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ലിംഗത്തിൻ്റെയും ഒക്കെ ഭേദം നോക്കി വോട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ രാജ്യം തീർച്ചയായിട്ടും അപകടാവസ്ഥയിലേക്ക് പോകും. ഞാൻ താങ്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഒരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ നല്ല ഭക്ഷണം തിരക്കിയല്ലേ പോകുന്നത്? അല്ലാതെ ആ ഭക്ഷണം ഏത് ജാതിയിലുള്ള ആളാണ് ഉണ്ടാക്കിയത് എന്ന് ചോദിക്കാറില്ലല്ലോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു ഹാർട്ട് ഓപ്പറേഷൻ വന്നെന്നിരിക്കട്ടെ, ആശുപത്രിയിൽ പോയിട്ട് ഏത് ജാതിയിൽപ്പെട്ട, ഏത് മതത്തിൽപ്പെട്ട ഡോക്ടറാണ് നിങ്ങളെ ചികിത്സിക്കുന്നതെന്ന് നിങ്ങൾ അന്വേഷിക്കാറില്ലല്ലോ. നല്ല ഡോക്ടറാണോ എന്ന് മാത്രമല്ലേ നോക്കാറുള്ളൂ. പിന്നെ എന്തിനാണ് നിങ്ങളെ ഭരിക്കാനുള്ളവരെ തിരഞ്ഞെടുക്കുമ്പോൾ ഈ ജാതിയും മതവും നിറവും വർണ്ണവും ലിംഗവും ഒക്കെ നോക്കുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഞാൻ BJPയുടെ ദേശീയ അധ്യക്ഷനായ സമയത്തും എന്നെ മാധ്യമങ്ങൾ വേട്ടയാടിയിട്ടുണ്ട്. എൻ്റെ പേരിൽ ഒരാരോപണം പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിട്ടും എൻ്റെ രാഷ്ട്രീയ കരിയർ തന്നെ ഇല്ലാതാക്കുന്ന തരത്തിൽ എനിക്കെതിരെ ഈ രാജ്യത്തെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള പത്രപ്രവർത്തകർ ഒരിക്കലും രാജ്യത്തെ ജനാധിപത്യത്തിന് ഭൂഷണമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും വാർത്തകൾ ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായും അത് പരിശോധിക്കണം, അത് ശരിയാണോ എന്ന് അന്വേഷിക്കണം. അതിനുശേഷം മാത്രമേ വാർത്തകൾ കൊടുക്കാവൂ. ശരിയായി നിങ്ങൾ വെരിഫൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ബുദ്ധി പറയുന്നത് ഇന്നയാൾ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്കെതിരെ എഴുതണം. പക്ഷേ കേവലം വാർത്തകൾ ലഭിക്കുന്നതിന് വേണ്ടി, റീച്ച് കിട്ടുന്നതിന് വേണ്ടി എവിടെ നിന്ന് കിട്ടുന്ന എന്തും വലിച്ചുവാരി വിതറരുത്. ഇപ്പോൾ രാജ്യത്ത് നടക്കുന്ന എന്താണെന്നറിയുമോ? ഏതെങ്കിലും മൂലക്കിരുന്ന് ഏതെങ്കിലും ഒരു ചെറിയ ഓൺലൈൻ ജേർണലിസ്റ്റ് എന്തെങ്കിലും ഒരു വാർത്ത അവൻ്റെ ഭാവനയിൽ തോന്നുന്നത് എഴുതിവിടും. ആ ഭാവന രാജ്യത്തെ ഏറ്റവും വലിയ പത്രവും ന്യൂസ് ചാനലും അതിനെ ആധാരമാക്കി വാർത്തകൾ സൃഷ്ടിച്ച് ചർച്ചകൾ നടത്തും. അതാണ് ഇപ്പോൾ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നെപ്പോലെ തിരിച്ചു കടിക്കില്ല എന്നുറപ്പുള്ളവരെ അവർ രൂക്ഷമായി ആക്രമിക്കുന്നു. അവർക്ക് ഭയമുള്ളവരെ അവർ തൊടാറില്ല. സ്വതന്ത്രവും പക്ഷാഭേദവും ഇല്ലാതെ കോടതിയിൽ പ്രവർത്തിക്കുന്നത് പോലെ തന്നെയായിരിക്കണം പത്രങ്ങളും പ്രവർത്തിക്കേണ്ടത്. നോക്കൂ, നമ്മുടെ ജീവിതത്തിൽ ഒരു തവണ മന്ത്രിയായാലും നമുക്ക് പിന്നീട് മുൻ മന്ത്രിയാകേണ്ടി വരും. ഒരു തവണ MP ആയാലും നമുക്ക് മുൻ MP എന്ന വിളിപ്പേര് കേൾക്കേണ്ടി വരും. അതുപോലെ തന്നെ MLA ആയാലും മുൻ MLA ആകും. പക്ഷേ ഒരു കാര്യകർത്താവ് ഒരിക്കലും മുൻ കാര്യകർത്താവില്ല. അങ്ങനെ ചെയ്യണമെങ്കിൽ അവൻ പാർട്ടി വിട്ടു പോകണം. ഞാൻ അങ്ങനെ മുൻ കാര്യകർത്താവാകാൻ ആഗ്രഹിക്കാത്ത ഒരു കാര്യകർത്താവ് മാത്രമാണ്. ഞാനതിൽ സംതൃപ്തനുമാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ചുമതല നൽകണമോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി അധ്യക്ഷനും പാർട്ടിയുമാണ്. എനിക്ക് സ്ഥാനങ്ങൾ തന്നില്ല എന്ന് കരുതി ഞാൻ ആരോടും പരാതി പറയാൻ പോകാറില്ല. ഇന്നലെ തന്നെ ഞാൻ ജമ്മു കാശ്മീർ പ്രചാരണത്തിന് പോയിരുന്നു. പാർട്ടി പറഞ്ഞു പോകണമെന്ന് ഞാൻ പോയി. ഹരിയാനയിലും പാർട്ടി പറഞ്ഞു, ഞാൻ പോയി. വിളിച്ചാൽ പോകും, വിളിച്ചില്ലെങ്കിൽ പോകില്ല. എനിക്കതിൽ യാതൊരു പരാതിയുമില്ല. ഞാനതിനെക്കുറിച്ച് ചിന്തിക്കാറേയില്ല. താങ്കൾ ദേശീയ അധ്യക്ഷനായിരിക്കുമ്പോൾ അമിത്ഷാജിയെ പലതവണ ഒരുപാട് നേരം കാത്തിരുത്തിയിട്ടുണ്ട് എന്ന് ഒരു പരാതി കേൾക്കുന്നുണ്ട്. അത് സത്യമാണോ? അതുപോലെ തന്നെ താങ്കൾ ദേശീയ അധ്യക്ഷനായപ്പോൾ രാജ്യത്തെ എല്ലാ BJP മുഖ്യമന്ത്രിമാരും പങ്കെടുത്തിരുന്നു. പക്ഷേ നരേന്ദ്രമോദി മാത്രം പങ്കെടുത്തിരുന്നില്ല. ഈ കേൾക്കുന്ന വാർത്ത ശരിയാണോ? നോക്കൂ, നരേന്ദ്രമോദി ഞങ്ങളുടെ എല്ലാവരുടെയും നേതാവാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഞങ്ങളെല്ലാവരും ജോലി ചെയ്യുന്നത്. സർക്കാരിന് വിജയവും ലഭിച്ചത്.
നരേന്ദ്രമോദി അദ്ദേഹത്തിൻ്റെ മുഴുവൻ ആരോഗ്യവും ബുദ്ധിയും സമയവും രാജ്യത്തിനു വേണ്ടി ചെലവഴിക്കുമ്പോൾ ഞങ്ങളാലാവുന്ന വിധം ഞങ്ങൾ അദ്ദേഹത്തെ സഹായിക്കുന്നു. പിന്നെ അമിത്ഷാജിയെ കാത്തിരുത്തിയോ എന്ന് ചോദിച്ചാൽ താങ്കളും എന്നെ വെയിറ്റ് ചെയ്തിരുന്നില്ലേ? അത് ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. കാരണം നൂറുകണക്കിന് ആളുകൾ എന്നെ കാണാൻ വരുമ്പോൾ കൂടുതൽ സമയം സംസാരിക്കണം എന്നുള്ളവരോട് ഞാൻ വെയിറ്റ് ചെയ്യാൻ പറയും. അവരെ അവസാനമാണ് കാണുക. ആ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടാകാം. അല്ലാതെ ഞാൻ മനഃപൂർവ്വം ആരെയും അങ്ങനെ കാത്തിരുത്തിയതായി എനിക്ക് ഓർമ്മയില്ല. ഇന്ന് ഞാൻ താങ്കളെയും കാത്തിരുത്തിയല്ലോ. അതിൽ ദുരുദ്ദേശമൊന്നുമില്ലായിരുന്നല്ലോ. ഞാൻ എൻ്റെ ജീവിതത്തിൽ സന്തോഷമായി തന്നെയാണ് ജീവിക്കുന്നത്. ജനം പറയുന്നിടത്തോളം കാലം ഞാൻ അവരെ സേവിക്കാനായി ഇവിടെ ഉണ്ടാകും. ജനം വേണ്ട എന്ന് പറയുകയാണെങ്കിൽ വീട്ടിൽ പോയിരിക്കും. അല്ലാതെ എനിക്ക് മറ്റൊരു ചിന്തയുമില്ല. എൻ്റെ മനസ്സിൽ എന്താണ് തോന്നുന്നത് അതുപോലെയാണ് ഞാൻ ജീവിക്കുന്നത്. എനിക്ക് പാൻറ്റും ഷർട്ടുമാണ് ഇഷ്ടം, ഞാനത് ധരിക്കും. അല്ലാതെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി ഞാൻ മുണ്ട് ധരിക്കാറില്ല. ഞാനൊരു സാധാരണക്കാരനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെയാണ്. ഞാനിങ്ങനെ തന്നെ ജീവിക്കും. ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിച്ച് നടന്ന ആളാണ്. താങ്കൾക്കറിയുമോ? കറുത്ത മതിലുകളിൽ വെള്ള പെയിൻ്റ് അടിച്ചു തുടങ്ങിയതാണ് എൻ്റെ രാഷ്ട്രീയ ജീവിതം. ആ പാർട്ടി എൻ്റെ ബയോഡേറ്റ വാങ്ങി നോക്കിയിട്ടല്ല എനിക്ക് സ്ഥാനങ്ങൾ നൽകിയത്. 35 വർഷം രാഷ്ട്രീയ ജീവിതത്തിൽ എന്നെ എയർപോർട്ടിൽ സ്വീകരിക്കാൻ ആരും വരുമായിരുന്നില്ല. എന്നെ എയർപോർട്ടിൽ കൊണ്ടാക്കാനും ആരും വരുമായിരുന്നില്ല. ഞാൻ തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി മാത്രമായി ഒരു കാര്യങ്ങളും ചെയ്യാറില്ല. ഒരു കപട വാഗ്ദാനങ്ങളും ഞാൻ നൽകാറില്ല. ഞാൻ ജോർജ് ഫെർണാണ്ടസിനെ മാതൃകയായി കാണുന്ന ഒരാളാണ്. ഞാൻ അടൽ ബിഹാരി വാജ്പേയിയെ മാതൃകയായി കാണുന്ന ഒരാളാണ്. RSSലെ ഒരുപാട് മഹത്തായ കാര്യകർത്താക്കൾ എനിക്ക് ഒരുപാട് നല്ല അറിവുകൾ പകർന്നു നൽകിയിട്ടുണ്ട്. ഞാൻ എന്തെങ്കിലും നല്ലത് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കാരണം RSS എന്ന പ്രസ്ഥാനവും ABVPയിലെ ജീവിതവുമാണ്. ഈ രാജ്യത്ത് BOT അടിസ്ഥാനത്തിൽ പൊതുജന പങ്കാളിത്തത്തോടെ പദ്ധതികൾ നടപ്പിലാക്കി തുടങ്ങിയ ആദ്യത്തെ വ്യക്തി ഞാനാണ്. മുംബൈയിലെ ഭീവണ്ടി ബൈപ്പാസ് അങ്ങനെയാണ് ഉണ്ടാക്കിയത്. ഞാൻ എപ്പോഴും പൊതുജന സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയുള്ള പദ്ധതികൾക്കാണ് മുൻതൂക്കം നൽകുന്നത്. കാരണം സർക്കാരിൻ്റെ കയ്യിൽ ഈ രാജ്യത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനുള്ള പണം ഒരിക്കലും ഉണ്ടാകാറില്ല. അടൽ ബിഹാരി വാജ്പേയിജി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് അന്ന് സുന്ദർലാൽ ബട്വ ആയിരുന്നു ഗ്രാമീണ വികസന മന്ത്രി. ബട്വാജി എന്നോട് പറഞ്ഞു, അടൽജി താങ്കളെ വിളിക്കുന്നുണ്ട്, ഡൽഹിയിലേക്ക് വരുമെന്ന്. ഞാനന്ന് മഹാരാഷ്ട്രയിൽ മന്ത്രിയാണ്. ഞാൻ ഡൽഹിയിലെത്തി വാജ്പേയിജിയെ കണ്ടു. അടൽജി എന്നോട് പറഞ്ഞു, നമ്മുടെ രാജ്യത്തെ ഗ്രാമങ്ങളെ നവീകരിക്കുന്നതിന് വേണ്ടി ചില പദ്ധതികൾ തയ്യാറാക്കണം. ബട്വാജി പറഞ്ഞു, താങ്കളെ കൊണ്ടാകുമെന്ന് എന്ന് അടൽജി എന്നോട് പറഞ്ഞു. താങ്കൾ എന്തു പറഞ്ഞാലും എന്നെക്കൊണ്ടാവും വിധം ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ ചില പദ്ധതികൾ തയ്യാറാക്കി അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. പക്ഷേ കുറച്ചു കാലം കഴിഞ്ഞിട്ടും ഒന്നും സംഭവിച്ചില്ല. അതിനുശേഷം ഒരു ദിവസം മീറ്റിംഗ് ഉണ്ടായിരുന്നു. വാജ്പേയിജി എന്നെ കണ്ടപ്പോൾ എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പിലാക്കാത്തതെന്ന്. ഞാൻ ചോദിച്ചു, ഇതിൻ്റെ ഉത്തരം എനിക്കെങ്ങനെ നൽകാനാകും? താങ്കളല്ലേ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി എന്ന്. ഞാൻ വ്യക്തമായി അറിഞ്ഞിരുന്നു, ഒരു പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിൻ്റെ പേര് ഞാനിവിടെ പറയുന്നില്ല, അദ്ദേഹം വാജ്പേയിജിയോട് പറഞ്ഞിരുന്നു, ആ പദ്ധതിക്ക് വേണ്ടി നമ്മൾ 1 രൂപ പോലും മുടക്കേണ്ടതില്ല, അത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ്, സംസ്ഥാനമാണ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഈ ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന പദ്ധതി സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പ്രധാനമന്ത്രി ധരിപ്പിച്ചിരുന്നു. ഞാൻ വാജ്പേയിജിയോട് നേരിട്ട് മുഖത്ത് നോക്കി ഇങ്ങനെ പറഞ്ഞു, വാജ്പേയിജി, താങ്കൾ ഇവരെ പോലുള്ളവരെ വിശ്വസിക്കുകയാണെങ്കിൽ തീർച്ചയായും താങ്കൾക്ക് നാശം സംഭവിക്കും. താങ്കൾ ഒരു തീരുമാനമെടുക്കണം, ഇതിനുവേണ്ടി പ്രത്യേകമായൊരു പദ്ധതി തുടങ്ങണം എന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞാൻ പറയുന്നത് 2003-2004 കാര്യമാണ്. അന്ന് രാജ്യത്തെ 6.5 ലക്ഷം ഗ്രാമങ്ങളിൽ 10% ഗ്രാമങ്ങളിൽ പോലും നല്ല റോഡുകൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആ ഗ്രാമങ്ങളിൽ നിന്ന് പാല് കൊണ്ടുപോകാൻ കഴിയുന്നത്, പച്ചക്കറി കൊണ്ടുപോകാൻ കഴിയുന്നത്, പഴവർഗ്ഗങ്ങൾ പുറത്തേക്ക് എത്തിക്കാൻ കഴിയുന്നത്? എന്നാലോചിച്ച് നോക്കൂ. ഞാനിത് ബോധ്യപ്പെടുത്തിയതിനു ശേഷം 15 ദിവസം കഴിഞ്ഞ് അദ്ദേഹം ചെങ്കോട്ടിൽ നിന്നുകൊണ്ട് ഈ പദ്ധതി പ്രഖ്യാപിച്ചു. ആ പദ്ധതിയുടെ പേരാണ് പ്രധാനമന്ത്രി ഗ്രാമീൺ സഡക് യോജന. ആ പദ്ധതിക്ക് കാരണം ഞാനാണ്. जो सबको सुनाते हैं खरी खरी वो है नितिन गडकरी जिन्होंने अटल जी को कह दिया ये लोग आपका सत्यानाश करेंगे इनसे दूर. തീർച്ചയായും എനിക്ക് സന്തോഷമുണ്ട് വാജ്പേയിജി അന്നത് കേട്ട് ആ പദ്ധതി പ്രഖ്യാപിച്ചതിൽ. നോക്കൂ, അതിനുശേഷം ഇന്ന് നമ്മുടെ ഗ്രാമങ്ങളിലെല്ലാം തന്നെ നല്ല റോഡുകളുണ്ട്. അതിന് കാരണം ഞാനാണ് എന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. താങ്കൾ ഒരേ സമയം തന്നെ രാഷ്ട്രീയക്കാരനാണ്, ബിസിനസ്സുകാരനാണ്, കർഷകനാണ്, സാമൂഹ്യ സേവകനാണ്. തീർച്ചയായിട്ടും താങ്കളോട് ചില രാഷ്ട്രീയ ചോദ്യങ്ങൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. നോക്കൂ, ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനല്ല. നോക്കൂ, എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ അങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചാൽ, ദില്ലിയിൽ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുന്നവർ ജോലികളൊന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ജോലി ചെയ്യുന്നവരെ നിങ്ങൾ ബിസിനസ്സുകാരാക്കുകയും ചെയ്യും. എന്നെ ഞാൻ വിളിക്കുന്നത് ഒരു സോഷ്യൽ എൻ്റർപ്രണർ എന്നാണ്. എൻ്റെ വാർഷിക ടേൺ ഓവർ എന്ന് പറയുന്നത് 1500 കോടി രൂപയാണ്. ഞാൻ 1500-ലധികം ആളുകൾക്ക് തൊഴിൽ നൽകുന്നുണ്ട്. എനിക്ക് ചില കാർഷിക സഹകരണ സംഘങ്ങളുണ്ട്, 4 പഞ്ചസാര ഫാക്ടറികളുണ്ട്, 6 ലക്ഷം ലിറ്റർ എഥനോളും ഉണ്ടാക്കുന്നുണ്ട്.
എൻ്റെ കാർഷിക ഭൂമിയിൽ നിന്ന് ഞാൻ 380 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇതെല്ലാം എൻ്റെ കാർഷിക ഭൂമിയിൽ നിന്ന് ഒരു കർഷകൻ എന്ന നിലയിലാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട് 9 ഡീലിറ്റ് ബിരുദങ്ങളുണ്ട്. നിങ്ങളിപ്പോഴും ഇതെല്ലാം കണ്ടിട്ട് എന്നെ ബിസിനസ്മാൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ ബിസിനസ്മാനും സോഷ്യൽ എൻ്റർപ്രണറും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ കാർഷിക മേഖലയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടെങ്കിലും ഏത് പാർട്ടി ഭരിച്ചാലും ഞാൻ സർക്കാരുമായി യാതൊരു തരത്തിലും ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടാറില്ല. എൻ്റെ കാർഷിക ആവശ്യങ്ങൾക്ക് വേണ്ടി, എൻ്റെ ബിസിനസ് കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ബന്ധപ്പെടാറില്ല. സർക്കാരിൽ നിന്ന് എത്രയും ദൂരെ നിൽക്കാമോ അത്രയും നല്ലതാണ് എന്നാണ് എൻ്റെ അനുഭവം എന്നെ പഠിപ്പിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് ഒരു പാർട്ടിയെയും കുറിച്ച് പറയുന്നതല്ല. എനിക്ക് പൊതുവെ എൻ്റെ ആവശ്യങ്ങൾക്ക് ഗവൺമെൻറ്റുമായി ബന്ധപ്പെടുന്നത് ഇഷ്ടമേ അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു സർക്കാരിൻ്റെയും ഒരു പദ്ധതികളും ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്താറില്ല. ഒരു സർക്കാരിൻ്റെ ഭാഗമായിരുന്നുകൊണ്ട്, ഒരു മന്ത്രിയായിരുന്നുകൊണ്ട് ഈ രീതിയിൽ പറയാനുള്ള ധൈര്യം താങ്കൾക്ക് മാത്രമേ ഉള്ളൂ. ഞാൻ ചില രാഷ്ട്രീയ കാര്യങ്ങൾ കൂടി ചോദിച്ചോട്ടെ. നാഗ്പൂരും ദില്ലിയും തമ്മിൽ വളരെ അകലത്തിലാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നാണ് പൊതുവെയുള്ള സംസാരം. ഞാൻ താങ്കളെപ്പോലെ ഗാഢമായി ചിന്തിക്കുന്ന ഒരാളെയല്ല. ഞാൻ പണ്ട് കാലത്തും ക്രിക്കറ്റ് കളിക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പന്തുകളിൽ പരമാവധി സിക്സും ബൗണ്ടറിയും അടിച്ച് പെട്ടെന്ന് ഔട്ടാവുന്നതായിരുന്നു എൻ്റെ ശീലം. നോക്കൂ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നത് നിങ്ങളെപ്പോലുള്ളവരുടെ ജോലിയാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുക, എൻ്റെ ജോലികൾ കൃത്യമായി ചെയ്യുക, അതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എനിക്ക് ഒരു തരത്തിലുള്ള PR നെറ്റ്വർക്കുമില്ല. ഒരു പത്രക്കാരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല. എന്നെക്കുറിച്ച് ഇങ്ങനെ പറയണം, ഇങ്ങനെ എഴുതണം, അങ്ങോട്ട് പോയി ഇൻ്റർവ്യൂ കൊടുക്കുക, ഇതൊന്നും എനിക്ക് ശീലമില്ല. ഈ അടുത്ത് തന്നെ ഒരാൾ എന്നോട് പറഞ്ഞു, താങ്കളുടെ വകുപ്പിൽ ഒരുപാട് കാര്യങ്ങൾ രാജ്യത്ത് ചെയ്യുന്നുണ്ട്, തീർച്ചയായും താങ്കൾക്ക് ഉറക്കമേ ഉണ്ടാകില്ല, രാത്രി മുഴുവൻ ചിന്തിച്ചിരിക്കുകയായിരിക്കുമല്ലേ എന്ന്. ഞാൻ രാത്രിയിൽ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പക്ഷെ ചിന്തിക്കുന്ന ഇതാണ്, ഇന്ന് രാത്രിയിൽ എന്താണ് കഴിക്കുക എന്ന്. അല്ലാതെ ഞാൻ മറ്റൊന്നും ചിന്തിക്കാറില്ല. ഞാൻ ജീവിതം ആസ്വദിക്കുന്ന ആളാണ്. ഞാൻ ഉച്ചയ്ക്ക് 12 മണി 1 മണിയാകുമ്പോൾ വീട്ടിലെത്തിയാൽ എനിക്ക് 4 വിവിധ ഷെഫ്മാരുണ്ട്, ചൈനീസ്, ഇന്ത്യൻ, അങ്ങനെ. ഞാൻ യൂട്യൂബിലൊക്കെ പലതും കണ്ടിട്ട് അവരോട് പറയും ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് എൻ്റെ പരീക്ഷണങ്ങൾ ഞാൻ അവരോട് പറയാറുണ്ട്. അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും ഞാൻ കൂലങ്കുഷമായി ചിന്തിക്കാറില്ല. ഞാൻ ഫ്ലൈറ്റിൽ കയറി ഇരുന്ന് കഴിഞ്ഞാൽ 5 മിനിറ്റിൽ ഞാൻ ഉറങ്ങും. അതാണ് എൻ്റെ ശീലം. നമ്മുടെ ജീവിതം നമ്മൾ സന്തോഷമായിട്ട് തന്നെ ജീവിക്കണം. അതാണ് എൻ്റെ പോളിസി. ഒരിക്കലും ജീവിതത്തെക്കുറിച്ച് നിരാശ ഉണ്ടാകാൻ പാടില്ല. ഞാൻ റിച്ചാർഡ് നിക്സന്റെ ഓട്ടോബയോഗ്രഫി വായിച്ചിട്ടുണ്ട്. അതിനിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. യുദ്ധത്തിൽ തോറ്റുപോയെന്ന് കരുതി ഒരിക്കലും ഒരു സേനാനായകൻ ഇല്ലാതാകുന്നില്ല. യുദ്ധം ചെയ്യാതെ പിന്തിരിഞ്ഞോടുമ്പോഴാണ് ഒരുവന്റെ ജീവിതം അവസാനിക്കുന്നത്. जब चुनाव 2003 या 4 में हारे थे और पहली प्रेस कॉन्फ्रेंस की और कहा ना टायर्ड हूँ ना रिटायर्ड हूँ. चलता लाइफ इज अ गेम ऑफ कॉम्प्रोमाइजेस, कंपल्शंस, लिमिटेशन एंड कॉन्ट्रडिक्शन. चलते रहना चाहिए. Thank you so much. नमस्कार. Lovely talking to you. थैंक यू.